വരും ദിവസങ്ങളിൽ റിനി ഇനിയും ധാരാളം വ്യാജ പ്രചരണങ്ങളുമായിട്ട് വരും. ഇന്നലെ യഥാർത്ഥത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ വിളിച്ചു പറഞ്ഞപ്പോഴാണ് എനിക്കത് കത്തിയത്. നമുക്ക് റിനിയുടെ കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടി വരുമല്ലോ, മറ്റേ കാര്യത്തിൽ നിന്ന് ഫോക്കസ് പോകുമല്ലോ. ഓർക്കുക, ഫോക്കസ് ഒരൊറ്റ വിഷയത്തിലാണ്. CPM-ന്റെ ബോർഡ് ശബരിമലയിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റി 2019. അതായത് അയ്യപ്പന്റെ ദ്വാരപാലകരുടെ മുകളിൽ പൊതിഞ്ഞിരുന്ന സ്വർണം ക്ലാഡ് ചെയ്ത ചെമ്പ് 42.5 കിലോഗ്രാം കാണുന്നില്ല. ഈ ഒറിജിനൽ സാധനം മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് വെച്ചിരിക്കുന്നത്. അത് മാത്രമാണ് ചോദ്യം. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ റിനിയെ ഉപയോഗിക്കുന്ന ചില ആൾക്കാർ കാണും. റിനി ഇന്നലെ വന്ന് ഒരു പകുതിയായിട്ട് ഒരു ഷൂട്ട് ചെയ്തിട്ട് പോയി. എന്നിട്ട് എന്ത് പറഞ്ഞു? ഞാൻ വരും ദിവസങ്ങളിൽ വലിയ സാധനം വരുമെന്ന്. റിനി, ഈ നമ്പറുകൾ കൊണ്ട് ഒന്നും CPM-നെ രക്ഷിക്കാൻ കഴിയുമെന്ന് റിനി വിചാരിക്കണ്ട. ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റി. ഓർക്കുക, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്ന്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്ന്, ലോകത്തിലെ എണ്ണം പറഞ്ഞ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ദേവസ്വം ബോർഡും സ്വർണം അടിച്ചു മാറ്റി. എന്നിട്ട് വ്യാജരേഖ ഉണ്ടാക്കി. ഇതാണ് പ്രശ്നം. അവർ റിനിയെ നമുക്ക് ഒരു വശത്ത് കൈകാര്യം ചെയ്യാം. റിനി ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഷാഫി പറമ്പലിനെതിരെയും വ്യാജ ആരോപണങ്ങളുമായിട്ട് വരും. തീർച്ചയായിട്ടും റിനിയെ നമുക്ക് എക്സ്പോസ് ചെയ്യണം. റിനി പറയുന്ന കള്ളങ്ങൾ എക്സ്പോസ് ചെയ്യണം. റിനിയുടെ ഈ പച്ച വ്യാജ പ്രചരണങ്ങൾ എക്സ്പോസ് ചെയ്യണം. എന്നാൽ അതോടൊപ്പം നമ്മുടെ ഫോക്കസ് പോകരുത്. നമ്മുടെ ഫോക്കസ് അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റി 2019 ഞങ്ങൾ അടക്കമുള്ള സാധാരണ ഭക്തർ തെരുവിൽ അടികൊള്ളുകയായിരുന്നു, ജയിലിൽ കിടക്കുകയായിരുന്നു, ജയിലുകൾ കയറി ഇറങ്ങുകയായിരുന്നു, കോടതി കയറി ഇറങ്ങുകയായിരുന്നു. എങ്ങനെങ്കിലും കുറച്ച് ഫണ്ട് ഉണ്ടാക്കി സ്വന്തം കയ്യിൽ നിന്ന് കാശിട്ട് ശബരിമല അയ്യപ്പന് വേണ്ടി സുപ്രീം കോടതിയിൽ വാദിക്കുകയായിരുന്നു ഈ നാട്ടിലെ സാധാരണ ആൾക്കാർ, സാധാരണ സംഘടനകൾ. ആ സ്പേസ് മുതലാക്കി ഈ ചില ആൾക്കാർ ശബരിമല അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. ഏഷ്യാനെറ്റിലടക്കം ഞാൻ ചർച്ച ചെയ്തപ്പോ ഇത് ഹൈലൈറ്റ് ചെയ്തു. അതുകൊണ്ട് റിനി ഉണ്ടാക്കുന്ന ചതിയിൽ നമ്മൾ വീണു പോകരുത്. അത് ഒരു വശത്ത് ഡീൽ ചെയ്യണം. റിനി അടക്കമുള്ള ഫെമിനിസ്റ്റുകൾ പറയുന്ന വാദങ്ങൾ നമുക്ക് നശിപ്പിക്കാം. അത് ഞങ്ങൾ അടക്കമുള്ളവർ ശ്രദ്ധിക്കാം. പക്ഷെ നമ്മുടെ ഫോക്കസ് ദേവസ്വം ബോർഡ് കൂടി അറിഞ്ഞുകൊണ്ട്, ദേവസ്വം ബോർഡ് കൂടി നേതൃത്വം എടുത്തുകൊണ്ട് ഒരു കൊള്ള നടന്നു. 2018 ശബരിമലക്കെതിരായ വിധി വന്നത്. ഞങ്ങൾ അടക്കമുള്ള സാധാരണ ഭക്തർ പ്രക്ഷോഭത്തിന്റെ പാതയിലും അടികൊള്ളുമ്പോഴും ജയിലിൽ കിടക്കുമ്പോഴും കോടതി കയറി ഇറങ്ങുമ്പോഴും കൂടുതൽ ശബരിമലയെ സുപ്രീം കോടതിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി കാശുണ്ടാക്കുമ്പോഴും അവിടെ ഇരിക്കുന്ന ചില ആൾക്കാർ അയ്യപ്പന്റെ സാധനം വിറ്റ് കാശുണ്ടാക്കാൻ നോക്കുമായിരുന്നു എന്നല്ലേ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ 2019 കാലഘട്ടം വളരെ പ്രസക്തമാണ്. ഇവിടെ പ്രക്ഷോഭങ്ങൾ ഏറ്റവും കൊടുമ്പിരി കൊള്ളുകയാണ്. 4-1 സുപ്രീം കോടതിയുടെ തെറ്റായ വിധിന്യായം വളഞ്ഞ വഴിയിലൂടെ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാനും മുസ്ലിം ക്രിസ്ത്യൻ സഹോദരങ്ങളെ അടിക്കാനും കൂടിയുള്ള ജസ്റ്റിസ് ദീപക് മിശ്ര എന്ന കള്ളന്റെ വിധിന്യായം, ജസ്റ്റിസ് ദീപക് മിശ്ര എന്ന തെറ്റായ ജഡ്ജിയുടെ ഇംപീച്ച് ചെയ്യപ്പെടാൻ ഇന്ത്യയിൽ ആദ്യമായി മോഷൻ മൂവ് ചെയ്യപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ തെറ്റായ വിധിന്യായം ഭക്തർ തെരുവിന്റെ ശക്തിയോടെ, ജനാധിപത്യത്തിന്റെ ശക്തിയോടെ, പ്രക്ഷോഭങ്ങളുടെ ശക്തിയോടെ അതിജീവിക്കാൻ ശ്രമിക്കുന്ന അവസരത്തിൽ ഈ കള്ളന്മാർ, ദേവസ്വം ബോർഡ് ഇരിക്കുന്നവന്മാർ അയ്യപ്പന്റെ സ്വത്തും സ്വർണവും അടിച്ചു മാറ്റി അത് വിറ്റ് കാശുണ്ടാക്കാൻ നോക്കുകയായിരുന്നു. ഒറ്റ ചോദ്യമേ ഉള്ളൂ, റിനിയുടെ കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധ പോകരുത്. വരും ദിവസങ്ങളിൽ റിനി പല ഉഡായിപ്പുകളുമായിട്ട് ഇറങ്ങും, ശ്രദ്ധ തിരിക്കാൻ പല കാര്യങ്ങളുമായിട്ട് ഇറങ്ങും. ഇനിയും പല കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും വ്യാജ പ്രചരണം നടത്തും. പക്ഷെ ഓർക്കുക, അത് സെക്കൻഡറിയാണ്. അത് നമുക്ക് ഡീൽ ചെയ്യാം. ഇവർക്ക് വലിയ ക്രെഡിബിലിറ്റിയോ വിശ്വാസതയോ ഒന്നുമില്ല, യാതൊരു വെളിവും ഇല്ലാതെ വന്ന് കാര്യങ്ങൾ പറയുന്നതാണ്. പക്ഷേ യഥാർത്ഥ വിഷയം, പ്രധാനപ്പെട്ട വിഷയം, കൂടുതൽ പ്രാധാന്യം നൽകേണ്ട വിഷയം അയ്യപ്പന്റെ സ്വത്തടിച്ചു മാറ്റി, ദൈവത്തിന്റെ സ്വത്തും സ്വർണവും അടിച്ചു മാറ്റി. അമ്പലത്തിൽ നിന്നാകട്ടെ, പള്ളിയിൽ നിന്നാകട്ടെ, മോസ്കിൽ നിന്നോ ചർച്ചിൽ നിന്നോ ആകട്ടെ, ആ രീതിയിൽ സ്വത്തടിച്ചു മാറ്റുന്നവന്മാരെ വെറുതെ വിടരുത്. അത് കണ്ടെത്തണം. ഏകദേശം 42.8 കിലോഗ്രാം സ്വർണം പൊതിഞ്ഞ ചെമ്പ് പാളികൾ കാണാനില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഒറിജിനൽ എവിടെ? അതാണ് ചോദ്യം. ആ ചോദ്യം നമ്മൾ വീണ്ടും ചോദിക്കണം. അതിൽ ശ്രദ്ധ തെറ്റിക്കാൻ റിനിമാർ, ചില മഹിഷിമാർ വരും. പക്ഷെ നമ്മുടെ ശ്രദ്ധ തെറ്റരുത്. കാര്യം, പണ്ടത്തെ മഹിഷിയെക്കാട്ടി വലിയ മഹിഷി ഫെമിനിസ്റ്റുമാർ ഇന്നുണ്ട്. അവരെക്കാൾ വലിയ കള്ളന്മാര് കൂടെയുണ്ട്. ആ കള്ളന്മാരെ പിടിക്കണം, അവരെ അറസ്റ്റ് ചെയ്യണം.
ക്രിമിനൽ ആക്ഷൻ എടുത്ത് അറസ്റ്റ് ചെയ്യണം. 2019 ഞങ്ങൾ അനുഭവിച്ച വേദനയുടെ ഇടയ്ക്ക് കാശുണ്ടാക്കാൻ നോക്കി നിന്നെ ഒറ്റ ഒരുത്തരെയും വെറുതെ വിടില്ല. സ്വാമി അയ്യപ്പനാണ് സത്യം.